കാത്തിരിപ്പ്. രചന സുചിത്ര ബിജു മഞ്ചേരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അയാൾ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടു. പുറത്ത് ശക്തിയായി മഴ പെയ്യുന്നുണ്ട്. അയാൾ ചുറ്റും കണ്ണോടിച്ചു. റോഡിൽ നിന്ന് കുറച്ച് മാറി ഒരു കുഞ്ഞു ചായക്കട. അവിടെ തിണ്ണയിലൊരു വൃദ്ധൻ കിടക്കുന്നുണ്ട്. അയാൾ നനഞ്ഞൊട്ടിയ തൻ്റെ മുടിയൊന്ന് മാടി മുഖം തുടച്ച് ആ വൃദ്ധന് നേരെ നടന്നു. അതെ, ഈ സ്വർഗഭൂമിയിലേക്കുള്ള വഴി അതാ. ആ കാണുന്ന ഇടവഴിയിലൂടെ ഇത്തിരി മുന്നോട്ട് നടക്കണം. ശരി. മോനെ എവിടുന്നാ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ടാ. കുറച്ച് ദൂരേന്നാ. കൂടുതൽ ചോദ്യാന്വേഷണങ്ങൾക്ക് അവസരം കൊടുക്കാതെ അയാൾ നടന്നു നീങ്ങി. കാറിൽ നിന്നൊരു കവറെടുത്ത് അയാൾ ആ ഇടവഴിയിലൂടെ നടന്നു കയറി. മഴക്കൽപ്പം ശമനം വന്നിട്ടുണ്ട്. പടിപ്പുര വാതിൽ തുറന്ന് അയാൾ അകത്ത് കയറി. ചുറ്റും നോക്കി. വലിയൊരു വീട്, ഒരു നാലുകെട്ട് തന്നെ. മുറ്റത്ത് വാർദ്ധക്യം ബാധിച്ച ഒരു മുത്തശ്ശി മാവ്. വാർദ്ധക്യം ബാധിച്ചെങ്കിലും ഫലപുഷ്ടി ഒട്ടും കുറഞ്ഞിട്ടില്ല. നിറയെ മാമ്പഴങ്ങൾ മഴത്തുള്ളിയുടെ ശക്തിയിൽ ഞെട്ടറ്റ് വീഴുന്നു. മാവിൻ കൊമ്പിൽ കിളികളുടെ ആരവം. മുറ്റത്ത് അങ്ങിങ്ങായി കൊത്തിയിട്ട മാമ്പഴങ്ങൾ. മഴയുടെ ഗാംഭീര്യത്താൽ മുറ്റമാകെ മഴവെള്ളം നിറഞ്ഞൊഴുകുന്നു. മഴവെള്ളത്തിൽ ചാടിമറിഞ്ഞ് തവളകളുടെ ആഹ്ലാദ പ്രകടനം. സ്വർഗഭൂമിയിലെ കാഴ്ച അയാളെ തൻ്റെ ബാല്യകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓർമ്മകൾ അയാളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അയാൾ ഒരു ഞെട്ടലോടെ ചുറ്റും നോക്കി മുന്നോട്ട് നടന്നു. അയാൾ മനസ്സിൽ പതിയെ മന്ത്രിച്ചു. അതെ, ഇവിടെ ഒരു സ്വർഗഭൂമി തന്നെ. മനസ്സിൽ കോറിയിട്ട ഓർമ്മകളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അയാൾ മുന്നോട്ട് നടന്നു. അയാളുടെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നു. ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ ഭാവം. മുന്നോട്ട് നോക്കി. ചുറ്റും വരാന്ത, എണ്ണിയാലൊടുങ്ങാത്ത മുറികൾ, നടുമുറ്റം. മേൽക്കൂരയിലിരുന്ന് പ്രാവുകൾ കുറുകുന്നു. ചുറ്റും ചീവീടുകളുടെ സംഗീതം. മഴയുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന മരച്ചില്ലകൾ. നടുമുറ്റത്ത് മഴത്തുള്ളികൾ നൃത്തം വയ്ക്കുന്നു. അയാൾ വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. കിഴക്ക് ഭാഗത്തായി ഒരു മുറി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുറിയുടെ വാതിൽ പാതി തുറന്നിട്ടുണ്ട്. അയാൾ ആ വാതിൽ പഴുതിലേക്ക് നടന്നു. പാതി ചാരിയ വാതിലൂടെ അയാൾ അകത്തേക്ക് കടന്നു. ചുറ്റും നോക്കി. വലതുവശത്തായ ഒരു ജനൽ. വാതിൽ തുറന്നിട്ടുണ്ട്. അതിന് ചാരിയ ഒരു നിഴൽ അയാൾ കണ്ടു. അതെ, അതവള് തന്നെ. അയാൾ കണ്ണെടുക്കാതെ അവൾ നോക്കി നിന്നു. മഴയോടൊപ്പം കൂട്ടുപോകുന്ന ഇളം കാറ്റിൽ അവളുടെ വാർമുടി ആടി ഉലയുന്നുണ്ട്. വർണ്ണങ്ങളുടെ വിസ്മയം തീർത്ത പോലെ കുപ്പിവളകളിട്ട കൈ ജനൽ കമ്പിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ സൂര്യരശ്മികൾ അവളുടെ മൂക്കുത്തിയിൽ തട്ടി തിളങ്ങുന്നു. അവൾ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആരും കൊതിച്ചു പോകുന്ന മേനിയഴക്. അതെ, അവളെ ഞാൻ അന്ന് കണ്ടതിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അന്ന് ഞാൻ സമ്മാനിച്ച അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധാവണിയാണ് ധരിച്ചിരിക്കുന്നത്. അവളുടെ സുന്ദരമായ മുഖം കാണാനായി അയാൾ മുന്നോട്ട് നീങ്ങി. ഇരുട്ടായിരുന്നു. മഴയുടെ നേരിയ ശബ്ദത്തിൽ ആ മുറിക്കുള്ളിലെ നിശബ്ദത അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ അവിടെ അടുത്തേക്ക് മെല്ലെ നടന്നു. അയാളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ. കൈകൾ വിറയ്ക്കുന്നുണ്ട്. അയാൾ കൈ ഉയർത്തി അവളുടെ കൈകളിൽ ചേർത്തു പിടിച്ചു. പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. കാറ്റ് ആഞ്ഞടിക്കുന്നു. അയാൾ ഒരു ഭയത്തോടെ പുറകോട്ട് നീങ്ങി. പെട്ടെന്ന്, ആരാത്? അയാൾ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു. പുറത്തൊരു പ്രായം ചെന്ന സ്ത്രീ. ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, ആരെയാ അന്വേഷിക്കുന്നത്? കാമിനി അന്വേഷിച്ചു വന്നതാണോ? അവള് പോയി. ആ സ്ത്രീയുടെ ശബ്ദമിടറി. കണ്ണ് നിറഞ്ഞൊഴുകുന്നു. അവർ കണ്ണ് തുടച്ച് തുടർന്നു. ഇന്നലെ ആയിരുന്നു ഹൃദയം പൊട്ടി മരിച്ചതാ. അവരുടെ വാക്കുകളിൽ അവൾ അവർക്ക് നൽകിയിരുന്ന സ്നേഹം അണപൊട്ടി ഒഴുകി. അയാൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ആ ജനവാതിലിൽ. പറഞ്ഞു മുഴുമിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സ്ത്രീ വീണ്ടും ചോദിച്ചു, അവളുടെ ആരാ മോൻ? അയാൾ എന്തു പറയണമെന്നറിയാതെ വാക്കുകൾ തിരഞ്ഞു. ഞാൻ അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല. സ്ത്രീ തുടർന്നു, അവൾ എന്നും പറയായിരുന്നു ഒരാളെക്കുറിച്ച്. അവൾ അത്രമാത്രം സ്നേഹിക്കുന്ന ആളെക്കുറിച്ച്. അയാളുടെ പേരോ നാടോ പലയാവർത്തി ഞങ്ങൾ ചോദിച്ചിട്ടും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അയാളെക്കുറിച്ച് പറയുമ്പോൾ 100 നാവ് അവൾക്ക്. എന്തെന്നില്ലാത്തൊരു ഭംഗിയും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് അയാളെ. ആരെങ്കിലും ഈ വഴി പോകുന്ന കണ്ട ഓടി വന്ന് ഈ ജനവാതിലൂടെ നോക്കി നിൽക്കും. ഒരുപാട് കൊതിച്ചിരുന്നു ആ ഒരാളുടെ വരവിനായി.
ആ സ്ത്രീ അവളെക്കുറിച്ച് പറയുന്നതിനിടയിൽ മുറിയിൽ നിന്നൊരു പുസ്തകമെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അയാൾ നിറകണ്ണുകളോടെ ആ പുസ്തകത്താളുകൾ മറിച്ചു. അവളുടെ വരികളിലൂടെ കണ്ണോടിച്ചു. അതിൽ നിറയെ എന്നെക്കുറിച്ച് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ ആദ്യമായി കണ്ടത് മുതൽ അവളുടെ അവസാന നിമിഷം വരെയുള്ള അവളുടെ സ്നേഹം ആ വരികളിൽ നിറഞ്ഞു നിന്നു. അയാളുടെ മനസ്സിൽ അവളോടൊപ്പമുള്ള ആ സുന്ദര നിമിഷങ്ങൾ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ സ്നേഹം, കാത്തിരിപ്പിൻ്റെ നീറ്റൽ അവളുടെ വരികളിൽ അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ മനസ്സിൽ അയാളോട് തന്നെയായി പറഞ്ഞു, ഞാൻ എന്തൊരു ദുഷ്ടനാണ്. ഈ സ്വർഗഭൂമിയിലെ സ്നേഹം എനിക്കായി മാത്രം കാത്തിരുന്നവൾ വൈകിപ്പോയി. അവളുടെ സ്നേഹം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. പുസ്തകത്താളുകൾ മാറോട് അടക്കി പിടിച്ച് അയാൾ തേങ്ങി. താളുകൾ മറിച്ചപ്പോൾ അവളുടെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചിത്രം കണ്ണിലൂടെ മിന്നിമറഞ്ഞത് അയാൾ ഓർത്തു. അയാൾ മാറിൽ നിന്ന് ആ പുസ്തകമെടുത്ത് ധൃതിയിൽ മറിച്ചു. സുന്ദരിയായ അവളുടെ ചിത്രം. അയാൾ ആ ചിത്രമെടുത്ത് അയാളുടെ മാറോട് ചേർത്ത് പറഞ്ഞു, മാപ്പ്. ആ സ്ത്രീ അയാളുടെ കയ്യിൽ തലോടിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, സാരല്ല മോനെ, അവള് പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ? അവൾ അത്രമാത്രം കാത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലേ. പറഞ്ഞു തീരും മുന്നേ ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാവം, അയാൾ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നിന്നോടൊപ്പമായിരിക്കും. എന്നെ നിനക്കായി നൽകാം. അയാൾ ആ പുസ്തകമെടുത്ത് കാറിനടുത്തേക്ക് നടന്നു. ഡോറ് തുറന്നപ്പോഴാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കവർ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ മെല്ലെ ആ കവറിൽ നിന്നൊരു പൊതി പുറത്തെടുത്തു. മഴയുടെ ശക്തി കൂടി ആ പൊതി മഴയിൽ കുതിർന്നു. പൊതി തുറന്നു. അതെ, ഒരു താലിമാല. അവളുടെ കഴുത്തിൽ താലി ചാർത്തി അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അയാൾ, അവളെ സ്വന്തമാക്കാൻ. പക്ഷേ കാത്തിരിപ്പിൻ്റെ വേദന മാത്രം ബാക്കിയാക്കി അവൾ യാത്രയായി. മഴ ആർത്തലച്ച് പെയ്യുന്നുണ്ട്. അവളുടെ കണ്ണുനീരാണത്. അയാളത് അനുഭവിച്ചറിഞ്ഞു. നനഞ്ഞു കുതിർന്ന പൊതിയിൽ നിന്ന് ആ മാലയെടുത്ത് അയാൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അവളോടായി പറഞ്ഞു, കാത്തിരിക്കാൻ ഞാൻ. എനിക്കായി നീ പുനർജനിക്കുമെങ്കിൽ